നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. അപ്പോൾ ഞാനും കഴിഞ്ഞൊരു വീഡിയോയിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഫണ്ട്, ആ തുക, അതായത് തൊഴിലാളി വിഹിതവും മുതലാളി വിഹിതവും എങ്ങനെ അടയ്ക്കാം എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആർക്ക് എപ്പോൾ ചേരാം, എത്ര വർഷം വരെ ചേരാം, എന്നോട്ട് ചേരാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. അസംഘടിത മേഖലയിൽ ഉള്ള തൊഴിലാളികൾക്ക് വേണ്ടി, അസംഘടിത മേഖല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം എല്ലാവരും ഓട്ടോറിക്ഷ ഓടിക്കുന്നു, അല്ലെങ്കിൽ ഗുഡ്സ് ഓടിക്കുന്നു, വലിയ വണ്ടി ഓടിക്കുന്നു. നമ്മുടെ സ്വന്തം വണ്ടി ഓടുന്നവരുണ്ട്, കൂലിക്ക് ഓടുന്നവരുണ്ട്. അപ്പം നമുക്കാർക്കും നമുക്കാവുന്നവരെ ജോലി ചെയ്യാം. നമുക്ക് കാഴ്ചശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ ആവുന്ന സമയം വരെ നമുക്ക് ജോലി ചെയ്യാം. നമ്മൾ ജോലിയിൽ നിന്ന് വീട്ടിലിരിക്കുമ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, KSRTC ജോലി ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഫയർഫോഴ്സിലെ, പോലീസിലെ ഡ്രൈവർമാരെ എന്ന് വേണ്ട ചില പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും അവരുടെ സർവീസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സർവീസ് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് മാറുമ്പോൾ അവർക്കൊരു പെൻഷൻ തുക കിട്ടും. ഒന്നുകിൽ പെൻഷൻ തുക, അല്ലെങ്കിൽ ആ സർവീസ് അത്രയും നാളത്തെ സർവീസിൻ്റെ തുക, ഒരു PF അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും അല്ലേ. അതുപോലെ KSRTC ആണെങ്കിലും ശരി, അവർക്ക് സർവീസ് കഴിഞ്ഞ് പെൻഷൻ കിട്ടുമ്പോൾ PF കിട്ടും, അത് നല്ലൊരു തുക അത് കിട്ടും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പെൻഷൻ, മാസം പെൻഷന്, പിന്നെ മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ലോണും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും അവർക്ക്. അപ്പോൾ നമ്മൾ ഈ അസംഘടിത മേഖലയുള്ള തൊഴിലാളികളാണ്. അതായത് നമുക്ക് അങ്ങനെ ഒരു സെക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി രൂപം കണ്ട ഒരു ഇതാണ് ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി നിയമങ്ങൾ. അപ്പോൾ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ 60 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ, അതായത് നമുക്ക് ഈ വയ്യാതാകുമ്പോൾ നമ്മൾ ഈ ജോലി ഫീൽഡ് വിടുമല്ലോ. ഓട്ടോറിക്ഷ പ്രസ്ഥാനം ശരി, ഒരു 60, 65, 70 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് കാഴ്ചയുടെ ബുദ്ധിമുട്ട് മൂലവും ശാരീരിക ബുദ്ധിമുട്ട് മൂലവും നമ്മൾ ഈ ജോലി ഫീൽഡിൽ വിടും. ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും നിവർത്തിയില്ല, ഒരു വരുമാനമില്ല. അന്ന് വാർദ്ധക്യകാല പെൻഷൻ ഉള്ളവർക്ക് അന്ന് അത് കിട്ടും. പക്ഷേ അതിനേക്കാളും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അടയ്ക്കണ്ട. പക്ഷേ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തുക അടയ്ക്കണം. അത് പെൻഷൻ മാത്രമല്ല, മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു ഇതാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് 18 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ഈ അസംഘടിത മേഖല, അതായത് ഇപ്പോൾ ഓട്ടോ ടാക്സി, അല്ലെങ്കിൽ ഗുഡ്സ്, അതുപോലെ പിക്കപ്പ്, അങ്ങനെയുള്ള മറ്റു വണ്ടികളില്ലേ, ബസ് ഓടിക്കുന്നവരെ, ലോറി ഓടിക്കുന്നവർ, അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇതിനകത്ത് അംഗമാവും. അപ്പോൾ അംഗമാവണമെങ്കിൽ നമ്മൾ നേരിട്ട് ഈ ക്ഷേമനിധി ഓഫീസ്, ഇപ്പോൾ പത്തനംതിട്ടയുള്ളവരാണെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസുണ്ട്, അവിടെ പോകണം. അവിടെ പോകുമ്പോൾ നമ്മുടെ ലൈസൻസിൻ്റെ ഒറിജിനൽ, അതുപോലെ നമ്മുടെ ആധാറിൻ്റെ ഒറിജിനൽ, റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ, നമ്മൾ ഓടുന്ന വണ്ടിയുടെ RC ബുക്കിൻ്റെ ഒറിജിനൽ, അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ പെർമിറ്റിൻ്റെ പേപ്പർ എന്നിവ കൈ കരുതണം. പിന്നെ 2 ഫോട്ടോ കൈ കരുതണം. കാരണം ഒരെണ്ണം നമുക്കൊരു ID കാർഡ് പോലൊരു കാർഡ് അടിച്ച് തരും. അപ്പോൾ അതിനകത്തൊരു ഫോട്ടോ ഒട്ടിക്കണം. പിന്നെ അവിടെ പാസ്ബുക്കിലൊരു ഫോട്ടോ വേണ്ടി വരും. എനിക്ക് തോന്നുന്നു അത് കൂടാതെ അവിടുത്തെ ഫയലിൽ ഒരു ഫോട്ടോ വേണം, 3 ഫോട്ടോ വേണം തോന്നുന്നു. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ കരുതണം. അപ്പോൾ ആദ്യം നമ്മൾ പോകുമ്പോൾ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിൽ പോയി എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിൻ്റെ ഫണ്ട് അടയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ ജനസേവന കേന്ദ്രം വഴിയോ എവിടെ വേണമെങ്കിലും അടയ്ക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ 18 വയസ്സ് തൊട്ട് 60 വയസ്സിന് ഇടയ്ക്ക് നമുക്ക് അത് അംഗമാവാം. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് 60 വയസ്സ് വരെ. അപ്പം 60 വയസ്സ് വരെ എങ്ങനെയാണെന്നല്ലേ. നമുക്ക് ഈ 60 വയസ്സ് ആകുമ്പോഴേ നമുക്ക് പെൻഷനുള്ള ആയിക്കഴിഞ്ഞു. 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പെൻഷൻ കിട്ടും. അപ്പം പെൻഷൻ കിട്ടണമെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായി ക്ഷേമനിധി അടച്ച് 8 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 8 വർഷത്തെ ആ ഒരു ഇത് വേണം നമുക്ക്, മനസ്സിലായില്ലേ. 8 വർഷത്തെ കാലയളവ് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ക്ഷേമനിധിയുടെ പെൻഷൻ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അടച്ച് 1 വർഷം കഴിഞ്ഞ് 2 വർഷം തൊട്ട് നമ്മൾ പല ആനുകൂല്യങ്ങളും മേടിക്കും. അതുപോലെ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വിവാഹദിന സഹായം, പിന്നെ സ്കോളർഷിപ്പ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ പഠനോപകരണ വിതരണമുണ്ട്, ലാപ്ടോപ്പ് വിതരണമുണ്ട്, വർഷാവർഷം പഠനോപകരണം കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് നമ്മളാരും അറിയുന്നില്ല. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗത്വം എടുത്തിട്ടുള്ള അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈക്ക് പറ്റുന്നവർക്കറിയാം. നമ്മളാരും ഇതൊന്നും അറിയുന്നില്ല. കാരണം നമ്മൾ മിക്ക ആൾക്കാരും ഇതിനകത്ത് ഇതുവരെ അംഗമായിട്ടില്ല. പിന്നെ മിക്ക ആൾക്കാരും നമ്മുടെ ഈ ഓരോ പോസ്റ്റിനിടയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി കുറേ ക്ഷേമനിധിയും പോലുള്ള കുറേ കാര്യങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ നിന്ന് പിഴിയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു കാര്യം ആലോചിച്ച് പോവുക. നമ്മൾ ഇൻഷുർ അടയ്ക്കുന്നു, ടാക്സ് അടയ്ക്കുന്നു, പെർമിറ്റ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ ഫീസ് അടയ്ക്കുന്നു, അങ്ങനെ ടെസ്റ്റിംഗ് ഫീസ് അടയ്ക്കുന്നു. ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. 1 രൂപ പോലും നമുക്ക് കിട്ടുന്നില്ല അല്ലേ. ഇൻഷുറൻസ് പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല, ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. പക്ഷേ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗത്വം എടുത്ത് അതിൻ്റെ തുക അടച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും 100% പ്രയോജനം ഉണ്ടാകും. ഞാൻ ഉൾപ്പെടെ കൈപ്പറ്റിയിട്ടുണ്ട്. ഞാൻ ക്ഷേമനിധി എടുത്തിട്ട് 5 വർഷം 7 സമയത്ത് തന്നെയാണ് കോവിഡ് സംബന്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായം കിട്ടിയായിരുന്നു. 2 വട്ടം 2000 വെച്ച് എനിക്ക് കിട്ടിയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ക്ഷേമനിധി അംഗമായിട്ടുള്ള എല്ലാവരും എടുത്തു. 1-2 വർഷമായി അടച്ചിട്ടുള്ള എല്ലാവരും ഈ തുക കൈപ്പറ്റിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് അതുപോലെ ബെനിഫിറ്റുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചികിത്സാധന സഹായം, ഇപ്പോൾ താണ്ട വണ്ടി എടുക്കുന്നതിന് വേണ്ടിയുള്ള ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് അംഗമാവുക. പിന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് 8 വർഷം അടയ്ക്കണമെന്നാണല്ലോ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 7 വർഷവും 6 മാസവും അടച്ചാൽ മതി. അതിനുശേഷം നമുക്ക് പെൻഷൻ എടുക്കാനുള്ള അതിനുള്ള ഇതായി കഴിഞ്ഞു, പെൻഷൻ നമുക്ക് കിട്ടി തുടങ്ങും. ഓക്കെ. പിന്നെ 65 വയസ്സ് വരെ ഇപ്പോൾ അടയ്ക്കാമെന്നുള്ളൊരു നിബന്ധന, ഒരു വ്യവസ്ഥ വന്നിട്ടുണ്ട്, നിബന്ധനയല്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തിനായി കൂടുതൽ അടയ്ക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ 8 വർഷം കണക്ക് കൂട്ടിക്കും. 8 വർഷം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ കൈപ്പറ്റി തുടങ്ങാം. 60 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് പെൻഷൻ എടുക്കാം. ഈ 8 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്ക് പെൻഷൻ തുകയുടെ കൂടെ ഓരോ വർഷത്തെ സർവീസിനും നമുക്ക് 50 രൂപ വെച്ചോ 100 രൂപ വെച്ചോ കൂടുതൽ കിട്ടുന്നുണ്ട്. 100 രൂപയാണെന്ന് തോന്നുന്നു, 100 രൂപ വെച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ 20 വർഷം അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ 2000 രൂപ അധികം കിട്ടും. അല്ലെ 10 വർഷം നമുക്ക് അധികം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെ അധികം നമ്മൾ ഈ ഫണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 വർഷത്തെ ആകുമ്പോൾ 1000 രൂപ കിട്ടും. അപ്പോൾ 60 വയസ്സും കഴിഞ്ഞ് നമുക്ക് 5 വർഷം കൂടെ അടയ്ക്കാം. ഓരോ വർഷവും നമ്മൾ ഇതുപോലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ, അതായത് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓരോ 5 വർഷം കൂടെ നമുക്ക് വേണം അടയ്ക്കാം. അങ്ങനെ ഓരോ വർഷം എടുക്കണം. 60 വയസ്സ് കഴിഞ്ഞ ഓരോ വർഷവും നമുക്ക് ഇതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നമുക്ക് ഹെൽത്തൊക്കെ ഓക്കെ, വണ്ടി ഓടിക്കാൻ ഓക്കെ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ 5 വർഷം കൂടി നമുക്ക് അടയ്ക്കാം. 5 വർഷം അടയ്ക്കുന്നതാണ് 5 വർഷത്തെ കൊണ്ട് നമുക്ക് സർവീസ് കിട്ടും. അത്രയും കൂടെ നമുക്ക് ഇത് കിട്ടും, പെൻഷൻ തുക കിട്ടും. അതുകൊണ്ടാണ് ഈ കൂടുതൽ ആൾക്കാർ ഈ 65 കിട്ടിയ അടയ്ക്കാൻ വേണ്ടി മുന്നോട്ട് നിൽക്കുന്നത്. കാരണം അതിൻ്റെ തുക അതിനനുസരിച്ച് നമുക്ക് മാസം കിട്ടുന്ന പെൻഷനകത്ത് തുക കൂടുതൽ കിട്ടും. ഇപ്പോൾ 8 വർഷം അടച്ചു കഴിഞ്ഞാൽ പെൻഷൻ കിട്ടി തുടങ്ങുമെങ്കിലും അധിക സർവീസ് ഉണ്ടെങ്കിൽ ഓരോ വർഷത്തെ സർവീസിന് 100 രൂപ വെച്ചോളം, 100 50 അറിയത്തില്ല, 100 രൂപ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനകത്തും അങ്ങാവുക. ശരിക്കും എല്ലാവരും പറയും ഇതുപോലെ, ഞാൻ ഇടുന്ന പോസ്റ്റിനിടയിൽ എല്ലാവരും വന്ന് കമൻറ്റ് ഇടുന്നതാണ്, ക്ഷേമനിധി പോലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സർക്കാർ നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ്, നമുക്ക് നഷ്ടമാണ്, നമ്മുടെ പൈസ പിരിയുകയാണ്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നോക്ക്, നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് വർക്ക്, പാച്ച് വർക്ക്, അല്ലെങ്കിൽ അപ്പോൾട്രി വർക്ക്, പിന്നെ ടാക്സ്, ഇൻഷുർ, പൊല്യൂഷൻ അടയ്ക്കുന്നു, പെർമിറ്റ് അടയ്ക്കുന്നു, ടെസ്റ്റിംഗ് ഫീസ് അടയ്ക്കുന്നു. ഇതൊക്കെ അടയ്ക്കുന്നില്ല നമ്മൾ വർഷം വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഇതെല്ലാം ചെയ്യുന്നില്ല. അപ്പോൾട്രി വർക്ക് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, മെയിൻ്റെനൻസും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു രൂപ നമുക്ക് നമ്മുടെ ഈ സർവീസ് വിട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ? അതായത് നമ്മൾ ഈ ജോലി, നമ്മൾ ഈ ഓട്ടോറിക്ഷ ഫീൽഡ് വിട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ പൈസ നമ്മളെ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ആ സമയത്ത് ഓടുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു, അതിൽ നമ്മൾ വല്ല ഓടിയൊക്കെ എടുക്കുന്നു. ഓക്കെ, നമ്മൾ ഈ സർവീസ് വിട്ട് കഴിയുമ്പോൾ കിട്ടത്തില്ലല്ലോ. അതായത് നമ്മൾ ഈ ജോലിയൊക്കെ വിട്ട് തീരെ വയ്യാതെ കണ്ണും കാണാതെ കമ്പും കുത്തി കിടക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ നമുക്കിതൊന്നും കിട്ടുന്നില്ല. അന്നേരം പോയതെല്ലാം പോയി. അപ്പോൾ ക്ഷേമനിധി അംഗമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരവും നമുക്ക് പെൻഷൻ കിട്ടും, ആനുകൂല്യങ്ങളും കിട്ടും. ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും നമുക്ക് ഓരോ ആനുകൂല്യങ്ങൾ കൂടി വരുവാണ്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് അംഗമാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി കൂടി അംഗമാവുക. നിസ്സാര പൈസയേ ഉള്ളൂ. മാസം 60 രൂപ തൊഴിലാളി വിഹിതം, മുതലാളി വിഹിതം 60 രൂപ, അങ്ങനെ 120 രൂപയുടെ കാര്യമേ ഉള്ളൂ. എല്ലാവരും നിർബന്ധമായിട്ടും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി കൂടി അംഗമാവുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ അടിച്ച് നോക്കിയാൽ നമ്മുടെ അതാത് ജില്ലകളിലെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലെ നമ്പർ കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് പോയി എടുത്തേ പറ്റൂ. നമ്മൾ അംഗത്വം എടുക്കണമെങ്കിൽ നേരിട്ട് പോയേ പറ്റൂ. ഓക്കെ, വേറെ പൈസ ഒന്നും കൂടുതലൊന്നും വേണ്ട. അംഗത്വം എടുത്ത് 1 മാസം നമ്മൾ ക്ഷേമനിധി എടുത്ത് ഞാൻ അംഗത്വം ആയി കഴിഞ്ഞു, പിന്നെ നമ്മൾ പതുക്കെ അടച്ചാൽ മതി. ഓക്കെ.